എന്തിനാ ലക്ഷ്മി ഉള്ളിലെ സന്തോഷം നീ ഇങ്ങനെ പാടുപെട്ട് മറച്ചു വെക്കുന്നത്? ഞാനെന്തിനു സന്തോഷിക്കണം? ഇവിടെന്താ വിശേഷം? എന്തിനാ കള്ളം പറയുന്നത്? നിന്റെ ഒരേ ഒരു മകൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ? 2 മക്കളുടെ അമ്മയല്ലേ നീ? നിനക്ക് സന്തോഷിക്കാതിരിക്കാനാവില്ല. സന്തോഷമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജോത്സ്യം പറഞ്ഞത് ഓർക്കുമ്പോ നീ ഇപ്പോഴും ജ്യോത്സ്യന്റെ പ്രവചനവും തലേ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മനുഷ്യന്റെ മനസമാധാനം കളയാൻ അങ്ങനെ പലതും പറയും. അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മുടെ വീട്ടിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഇന്ന്. നമ്മുടെ സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് ഒരു പെൺകുട്ടി ഈ വീട്ടിലുണ്ട്. തീരെ ചെറിയ പ്രായത്തിലെ അമ്മയാകാൻ തയ്യാറെടുക്കുന്നവൾ. ഒരു നോട്ടം കൊണ്ടുപോലും അവളെ വേദനിപ്പിക്കല്ലേ, അത് മഹാപാപമാകും. ചെന്ന് അനുക്കുട്ടിക്ക് ഇത്തിരി മധുരം ഉണ്ടാക്കി കൊടുക്ക്. ഞാനല്ലേ പറയുന്നത്. ചെല്ല് ലക്ഷ്മി. അയ്യോ കോ ബ്രദറെ, അച്ഛനാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ നടക്കുകയാണല്ലേ? അതെ, അതിന്റെ സന്തോഷത്തില് കുറച്ച് മധുരപലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ ഇറങ്ങിയതാ ഞങ്ങള്. അളിയ ഒരു ലഡു എടുത്തങ്ങോട്ട് കൊടുക്കളിയ. അയ്യോ വേണ്ടേ. ഒരു സംശയം, ഈ കുഞ്ഞിന്റെ മുഖം കാണാൻ അച്ഛനുണ്ടാവോ? ആയുസിന്റെ കണക്കും പെരുക്കും ഒക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ സഹോദര. ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി കാണും, ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കും. എത്രയോ മനുഷ്യർ ജനിക്കുന്നു, എത്രയോ മനുഷ്യർ മരിക്കുന്നു. ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ ജനനവും മരണവും കാണുന്ന ആളാ ഞാൻ. അതുകൊണ്ട് മരണക്കണക്ക് പറഞ്ഞ് വരട്ടരുത്. ഈ ചങ്കൂറ്റ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഒന്ന് ചാവാതിരിക്കാൻ ശ്രമിക്ക്. എടാ നീ വലിയ ജസ്റ്റിസിന്റെ മോനാണ്, കോപ്പാണെന്നൊക്കെ വിചാരിച്ചായിരിക്കും സംസാരിക്കുന്നത്. എടാ ഈ കണ്ണിമേര മാർക്കറ്റിലുണ്ടല്ലോ 50 രൂപ എടുത്താൽ നല്ല പച്ചിരുമ്പിന്റെ പിച്ചാത്ത് കിട്ടും, അറിയോ നിനക്ക്? അതുകൊണ്ട് എന്ത് കാര്യം ചേട്ടാ, അപ്പർ ക്ലാസ് ആൾക്കാരുടെ മുമ്പിലെ ഏത് വിച്ചാത്തിയോ ഒന്ന് വിറച്ച് നിൽക്കും അല്ലേ? എടാ ഞാൻ പറഞ്ഞു വന്നതേ, ആ പിച്ചാത്തി കൊണ്ട് ഒരൊറ്റ കയറ്റി കഴിച്ചിട്ടുണ്ടല്ലോ, ഏത് അപ്പർ ക്ലാസ് കൂടുതലും താഴെ വരും, കാണോ നിനക്ക്? അളിയും വന്ന് വണ്ടി കയറി. അല്ലടി ഇവൻ പറഞ്ഞോണ്ട് വരുന്നത് കണ്ടില്ലേ, ഇവൻ എന്തോ വലിയൊരു സംഭവമാണെന്ന്. എടാ നിന്റെ അച്ഛനാണ് ജസ്റ്റിസ്, അല്ല നീ ജസ്റ്റിസ് അല്ല, പറഞ്ഞാ. അപ്പൊ ശരി, പോയാട്ടെ. ഇന്ന് രാത്രി ശുഭരാത്രി, ശുഭനിദ്ര. എങ്കിലൊരു സ്വീറ്റ് ഡ്രീംസും കൂടെ പറ വാളിയെ. എന്താടാ സൈഡ് തരാനൊരു മടി? ഒരു മടിയുമില്ല, ഞാൻ സൈഡ് തന്നല്ലോ. ചേട്ടന്മാര് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. നോക്കി നിൽക്കാതെ കേരളീയ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ കാണിക്കുന്ന? അളിയ 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 ഇരിക്കെ. നീ തന്നെ വിളമ്പിക്കൊടുക്ക്. കല്യാണ സദ്യ പോലും ഉണ്ണാൻ കഴിയാത്ത പാവാ.
അപ്പൊ ഈ ഒരു സന്തോഷം നിന്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ. ഓ, എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. എന്തിനാ ലക്ഷ്മി അഭിനയിക്കുന്നത്? നിനക്ക് സന്തോഷമുണ്ട്, നിന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്, എനിക്കറിയാം. ഒരു ഉരുള നിന്റെ കൈകൊണ്ട് തന്നെ ഉരുട്ടി അങ്ങോട്ട് കൊടുക്കുക. ഓ, ഒരു ഉരുള കൊടുക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ചോറൂണല്ലേ? നീ മിണ്ടണ്ട. നിനക്ക് വേണമെങ്കിൽ ഒരു ഉരുള നീ മേടിച്ചുണ്ടോ? അല്ല പിന്നെ അച്ഛനെന്ന് ഭയങ്കര സന്തോഷമാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഈ വീട്ടിലേക്ക് എന്റെ കൈവിരൽ പിടിച്ച് നടക്കാൻ ഒരു കുഞ്ഞ് അതിഥി കൂടി വരാൻ പോവല്ലേ. കഴിച്ചോ? മേടിക്കുമോളെ. ശങ്കരമംഗലത്തായിരുന്നെങ്കിൽ അവിടുത്തെ അമ്മക്കുട്ടി തന്നേനെ. ഇതിപ്പോ ഇവിടുത്തെ അമ്മക്കുട്ടി. ഓ, ഇപ്പൊ ഇവിടെ അമ്മുക്കുട്ടിയായോ? മാഷേ, മാഷേ, ഗോവിന്ദ മാഷേ, മാഷേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? നമ്മുടെ വിപിൻ ഡോക്ടറെയും ശശാങ്കേട്ടനെയും ആരോ റോഡിലിട്ട് കുത്തി. ഇച്ചിരി സീരിയസാ. മോളെ, എന്റെ വിപിൻ ചേട്ടൻ എനിക്കൊന്ന് കാണണം. ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ടാ മതി. വിപിൻ ഡോക്ടർക്ക് ഒരു കുഴപ്പമില്ല മോളെ. കുറച്ച് ബ്ലഡ് നഷ്ടപ്പെട്ടു, അതിന്റെ ഒരു ബോധക്ഷയം, അത്രേ ഉള്ളൂ. സിസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ മോളെ? നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, അതും ഈ സമയത്ത്. അതെ, ആദ്യ മാസങ്ങളില് നമുക്ക് നല്ല കരുതൽ വേണം. ഇപ്പൊ അമ്മയ്ക്കുണ്ടാവുന്ന സങ്കടങ്ങളൊക്കെ കുഞ്ഞിനെയാ ബാധിക്കുന്നേ. വിപിൻ ചേട്ടനെ ഒന്ന് കണ്ടാ മതി. എനിക്ക് ദൂരെ നിന്ന് ഞാൻ കണ്ടോളാം. ഡോക്ടറോടൊന്ന് പറയേ ചേച്ചി. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനില് ICUല് വിസിറ്റേഴ്സിന് അലോ ചെയ്യില്ല. അതുകൊണ്ട് മോളിങ്ങനെ കരഞ്ഞു വാശി പിടിക്കല്ലേ. നീ ഒന്ന് സമാധാനിക്കും മോളെ. ബേബിക്കൊന്നുമില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇപ്പൊ വന്നത്. എന്താ സിസ്റ്റർ? അത് അനുക്കുട്ടി ഒന്ന് സൂക്ഷിക്കണം. ഡോക്ടർ നീലിമയും വിപിൻ ഡോക്ടറുടെ അമ്മയും കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ അനുക്കുട്ടിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് അവരുടെ ലക്ഷ്യമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏത് നിമിഷവും ചതി സംഭവിക്കാം. സൂക്ഷിക്കണം. എന്താ സേന രാവിലെ? അല്ല, ചില വിശേഷങ്ങൾ നേരിട്ട് വന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു രസം. അറിഞ്ഞില്ലേ മറ്റോ വീണ കാര്യം? സ്വന്തം അനന്തരവൻ വീണതിന്റെ പേരില് ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു അമ്മാവനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അമ്മാവനും കുമ്മാവനൊന്നല്ല, അവനെന്റെ ശത്രുവാ. ശത്രു വീണ് കഴിഞ്ഞാൽ പിന്നെ ചിരിക്കണ്ടേ? അല്ല, ആരായി പണിയെ ഒപ്പിച്ചത്? ആഹാ,
എന്നോടാണ് ചോദിക്കുന്നത്? ഞാൻ കരുതി സേനം വഴിയുള്ള പണിയാണ്. ഹേയ്, ഒരു പണി ഞാൻ ഇണക്കിയതാ, പക്ഷെ അതിനു മുൻപ് ആരും ഓവർടേക്ക് ചെയ്തു. അപ്പൊ പിന്നെ ആരാ സേന? പോലീസിന്റെ എൻക്വയറി ഉണ്ടാവും. ചെറിയ കേസൊന്നും അല്ലല്ലോ. അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമം. ചത്തിരുന്ന ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ചാവാത്തതുകൊണ്ട് അവന്റെ വായിന്ന് വരുന്ന മൊഴികൾക്കനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അല്ല, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലോ അല്ലേ? സേനനം പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. നാളെ നമുക്കോ പ്രതാപ് മോനോ ഒരു ബുദ്ധിമുട്ട് വരരുത്, എനിക്കത്രേ ഉള്ളൂ. പ്രതാപൻ എന്റെ മോനല്ലേ? ജസ്റ്റിസിന്റെ മകൻ ഒരു പരുക്കം വരാതെ എങ്ങനെ നിൽക്കണമെന്ന് ശരിക്കും അറിയാം. മതി, അത് മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റോ മിക്കാറും തട്ടിപ്പോകുന്ന കേട്ടത്. അങ്ങനെ സംഭവിച്ചാൽ രക്ഷപ്പെട്ടു. അല്ല, സേനം കയറുന്നില്ലേ? കടുപ്പത്തിലൊരു കാപ്പി കുടിച്ചിട്ട് പോവാം. അയ്യോ, കാപ്പിയൊന്നും വേണ്ട. ഞാൻ ഈ വിവരം രാവിലെ നേരിട്ട് അറിയിക്കാമെന്ന് കരുതി പാഞ്ഞു വന്നതല്ലേ. സേന, അവൻ ആ വിപിൻ വാ തുറന്നാൽ മൊഴി ആർക്കെതിരെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് സൂക്ഷിച്ചോണം. കാരണം അവന് എന്തും പറയാം. കുത്തിയതാരാണെങ്കിലും കുത്താൻ കത്തി കൊടുത്തത് ഞാനാണെന്നോ താനാണെന്നോ എന്തും പറയാം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. കുടുംബത്തിനുള്ളിലെ സേനന്റെ ശത്രുവാണ് അവൻ. ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് സ്വന്തം പെങ്ങളെ പോലും സേനനെതിരെ തിരിക്കാൻ അവന് കഴിയും. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ചെയ്ത കുറ്റം എന്തായാലും അത് അന്തസ്സോടെ ഏറ്റെടുക്കുന്നവനായി സേനൻ. അവനിട്ടൊരു പണി ആരോ കൊടുത്തു, അത് ഞാൻ സന്തോഷിക്കുന്നു, അത്രമാത്രം. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ. ആ, മോളുടെ അച്ഛൻ ഡാഡിയെ കാണാൻ വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചത് കൂടി ഇല്ലല്ലോ. ആ, അത്ര നല്ലതല്ലാത്തൊരു വാർത്ത അറിയിക്കാൻ വന്നതാ. അതാ പെട്ടെന്ന് തിരിച്ചു പോയത്. നല്ലതല്ലാത്ത വാർത്തയോ? എന്താ അമ്മേ കാര്യം? നീ ഇന്നലെ എപ്പോഴാ വന്നത്? അത് ഞാൻ വെളുപ്പിനെ എത്തിയത്. അതുവരെ എവിടെയായിരുന്നു? എനിക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു. അമ്മയോടും ദിവ്യയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാതിരാത്രിക്കും പിലക്കാലത്തും ഒക്കെയുള്ള മീറ്റിംഗുകൾ വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചൊന്നും ക്ലയന്റ് നിൽക്കത്തില്ല. അവർക്ക് ഏർലി മോർണിംഗിനുള്ള ഫ്ലൈറ്റിന് തിരിച്ചു പോകണമായിരുന്നു. അതിനു മുമ്പ് ഞാൻ പോയി കണ്ടു, സംസാരിച്ചു, ഡീൽ ഉറപ്പിച്ചു. അതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം? പ്രശ്നം ഡോക്ടർ വിപിനെ ഈ വെളുപ്പാങ്കാലത്ത് റോഡിലിട്ട് ആരോ കുത്തി. കുറച്ച് സീരിയസ് ആണെന്ന് മോളുടെ അച്ഛൻ പറഞ്ഞത്. ആണോ? അതെ. ഡോക്ടർ വിപിൻ ഇപ്പോ ICUയിൽ കിടന്ന് കാലിനുമായിട്ട് വടംവലി നടത്തുക. നീയാണോ അത് ചെയ്തത്? ഞാനായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ അവൻ ആശുപത്രി വരെ എത്തിയില്ലായിരുന്നു. നാടി പിടിച്ച് അവന്റെ മരണം ഉറപ്പാക്കിയിട്ടേ ഞാൻ വരത്തുള്ളായിരുന്നു. വിചാരണ കഴിഞ്ഞെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവാമായിരുന്നു. ക്യാബിനിലേക്ക് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. നിങ്ങളിവിടെ ഇരിക്കുക. അകത്തുനിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് അന്വേഷിച്ച ഇവിടെ ആള് വേണ്ടേ?
പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയുടെ മകനും മരുമകനും അപകടനില തരണം ചെയ്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ നോട്ടത്തില് അവൻ ഇവിടെ വെച്ച് തീരും. നമ്മുടെ മോളെ നോവിച്ചതിന് അതിനേക്കാളും വലിയൊരു ശിക്ഷ ദൈവം കൊടുക്കാനുണ്ടോ? ചാവുന്നതും ജീവിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ കാര്യം. അതൊന്നും അല്ല എനിക്കറിയേണ്ടത്. ഇനിയിപ്പോ ആ മോനങ്ങ് ചത്തുപോയ പെങ്ങളോട് കൂടെ സെന്റിമെന്റ്സ് പോവോന്നാ? എവിടുന്ന എനിക്കുണ്ടായ അപമാനം അത് മാറ്റാൻ എന്റെ പെങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ എനിക്ക് പെങ്ങളോടുള്ള ഇഷ്ടവും. അതെ, ഈ കൈക്ക് തന്നെ ആ വീടിന്റെ സ്വത്തിന്റെ അവകാശം എഴുതി മേടിക്കണം. നാത്തൂനെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒപ്പിടിപ്പിക്കണം. ഓർക്കാഞ്ഞിട്ടല്ല, അത് ചെയ്യാം. ഇപ്പോഴാകുമ്പോ തർക്കം പറയാനും തർക്കുത്തരം പറയാനൊന്നും ഡോക്ടർ മെടുക്കാൻ മുമ്പിൽ നിൽക്കത്തില്ലല്ലോ. അതാണ് സേനേട്ടാ, അവിടെ ആകെ കൂടി ഇച്ചിരി ബുദ്ധിയുള്ളത് ആ ചെക്കനാ. പിന്നെ അളിയനെ എങ്ങനെ എഴുതിത്തള്ളണ്ട. ഗോവിന്ദമാഷ് പഴയ പല കാര്യങ്ങളും പെറുക്കിയെടുത്തോണ്ടെങ്കിൽ വരും. അവകാശവാദങ്ങളും ന്യായവാദങ്ങളും. എന്നോടോ? ഈ കരിങ്കല്ല് പൊടിപൊടിയായി പൊടിക്കുന്ന എന്നോടോ? ഒന്നും നടക്കത്തില്ല. അവൻ ഈ ആശുപത്രിയിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വേണ്ടത് ഞാൻ ചെയ്യും. അത് മതി. എന്റെ നാത്തൂന്റെ കണ്ണീന്ന് ഒരു തുള്ളി ചോര വരുന്നത് എനിക്കൊന്ന് കാണണം. ഡോക്ടർക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ തോന്നുന്നു. ഏയ്, എന്ത് ദേഷ്യം? ഒന്നുമില്ല. വിപിൻ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഹേയ്, അങ്ങനെ ഒറ്റയടിക്ക് തീർന്നു പോകുന്ന ആളാണോ വിപിൻ? അല്ലല്ലോ. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയും. അദ്ദേഹം നല്ല ബുദ്ധിമാനല്ലേ, വലിയൊരു കൗശലക്കാരൻ. എനിക്ക് ഡോക്ടർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലായിട്ടില്ല. ഡോക്ടർ വിപിൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സങ്കടത്തിൽ ജീവിക്കുന്ന ആളാ ഞാൻ. ആ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോ ഡോക്ടർ വിപിന്റെ ഒരു കുഞ്ഞ് അനുവിന് പിറക്കാൻ പോകുന്നു അല്ലേ? നല്ലൊരു മിടുക്കനായ മോനോ മോളോ ഉണ്ടാവട്ടെ. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും പെണ്ണുങ്ങളുടെ കണ്ണീര് സമ്പാദിക്കരുതെന്നൊരു ചൊല്ലുണ്ട്. എന്നെ ഒരുപാട് നോവിച്ച ആളാ അനുവിന്റെ ഭർത്താവ്. എത്രയൊക്കെ മറക്കണമെന്നും ക്ഷമിക്കണമെന്ന് കരുതിയാലും എനിക്ക് തീർത്തും കഴിയില്ലാലും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുള്ള ഒരു ദിവസം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കെന്നെ നോവിച്ച ഒരാളാ. വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, ചിന്ത കൊണ്ട്. എന്നാലും വിപിന് വേണ്ടി പ്രാർത്ഥനകൾ മാത്രമേ എന്റെ മനസ്സിലുണ്ടാവൂ. പക്ഷേ അത് ഞാനും വിപിനും മാത്രം ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയാ. അനുവിന് പോവാം. പൊക്കോളാൻ പറഞ്ഞില്ലേ? ഞങ്ങളുടെ ലോകത്ത് ഞാനും വിപിനും മാത്രമേ ഉണ്ടാകൂ. അതൊന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പം നമ്മൾ ആരുമല്ല പ്രതിസ്ഥാനത്ത് അല്ലേ സേന? അന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ ഏതോ ഒരു ശത്രു. ഞാൻ കരുതിയത് എന്റെ മകൻ ചെയ്തെന്നായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞല്ലോ, ചെയ്തെന്ന് തന്നെ പറയും. പിന്നെ ആരാണെങ്കിലും അത് നമുക്കൊരു ബോണസാണ്. നമ്മൾ അറിയാത്തൊരു ശത്രു എന്റെ അനന്തരവന് വരുമോ? ഡോക്ടറല്ലേ, ശത്രുക്കളുണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാലും ആരായിരിക്കും അത്? നമുക്ക് മുകളിൽ കയറി കളിച്ച ഒരാൾ. ആരായാലും നമ്മളൊപ്പം കൂട്ടേണ്ട ഒരാൾ തന്നെയാണ്. കാരണം നമ്മുടെ പണി പാതിയാക്കി തന്ന ആളാ. ഡോക്ടർ വിപിന്റെ ശത്രു ആരാണെങ്കിലും അത് നമ്മുടെ മിത്രം തന്നെയാ. എന്നാലും ചെയ്തത് ആരാണെന്നറിയാതെ ഒരു സമാധാനമില്ലല്ലോ.
ഇനി ആള് മാറി വല്ലതും അവനിട്ട് കുത്തിയതാണോ? ഏയ്, ആള് മാറി കുത്തിയൊന്നുമല്ല. കൃത്യമായിട്ട് ആളെ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ കുത്തിയിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടതെന്നല്ലേ പറഞ്ഞത്. കുറച്ചുകൂടി ചോര വാർന്നു പോയിരുന്നെങ്കിൽ നടു റോഡിൽ കിടന്ന് തീർന്നു പോയനെ. കൃത്യസമയത്ത് തന്നെ ആ ACP മിന്നൽ പോലെ അവിടെ പാഞ്ഞു വന്നു. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടതല്ലേ? അതെ. ഒരാളോട് വരുന്നുണ്ട്. ആര്? ശത്രു സൈന്യത്തിന്റെ എണ്ണം ഒന്ന് കൂടട്ടെ. അല്ല, ആരാ സേന നമ്മുടെ പുതിയ മിത്രം? വരാൻ പോകുന്ന ആളിനെ കണ്ടു മനസ്സിലാക്കിയ പോരെ. കഥയിലെ നിർണായക കണ്ണിയാണ് തന്റെ കൂട്ടിക്കോ. പരമേശ്വര സാറേ, ഇത് നടരാജൻ സാർ, റിട്ടയർഡ് DYSP. അല്ല, ഇതാ ഡോക്ടറുടെ? അത് തന്നെ, ഡോക്ടർ നീലിമയുടെ അച്ഛൻ. ഹലോ. ഹലോ. നമ്മൾ കുറച്ചുകൂടി നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു അല്ലേ? അതെ സാർ, എന്റെ മകൾക്ക് പറ്റിയ ചതി അതറിയാൻ ഞാൻ താമസിച്ചു പോയി. അതാണവൻ. പാവം പിടിച്ച 2 പെൺകുട്ടികളെയാ അവൻ സ്നേഹം നടിച്ച് ചതിച്ചത്. അവസാനം പരമേശ്വര സാറിന്റെ മകൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ കെട്ടി. അതിനിടയില് എന്റെ അനുജനും അവനൊരു പണി കൊടുത്തു. അതിന്റെ മറുപടി ഞാൻ തന്നെ അങ്ങ് കൊടുക്കും. ഡോക്ടർ വിപിനെ മുൻനിർത്തി കളിക്കുന്നത് മറ്റാരുമല്ല, അവന്റെ അമ്മായപ്പൻ നന്ദന. എനിക്കറിയാം സാറേ, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. നന്ദന്റെ ഓരോ നീക്കങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നന്ദൻ വീണാൽ അവന്റെ മകള് ഡോക്ടർ ബിപിന്റെ ഭാര്യ നെഞ്ചു പൊട്ടിക്കരയും. മോളെ, എന്തിരിപ്പാ ഇത്? ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞും സങ്കടപ്പെട്ടൊന്നും ഇരുന്നൂടാ. ബിപിൻ ഒന്നും സംഭവിക്കില്ല മോളെ. അച്ഛൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ മോളെയും കൂട്ടി ഞാനിങ്ങ് പോകുന്നത്. എനിക്ക് ബിപിൻ ചേട്ടനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. അത്രേ ഉള്ളോ? നമുക്ക് അടുത്ത ദിവസം തന്നെ പോയേക്കാം, പോരെ? മോളിന്നൊന്നും കഴിച്ചതല്ലോ, എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട അച്ഛാ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. വിശക്കുന്നില്ല അച്ഛാ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കാതിരുന്ന് വയറ് കായണ്ട, അച്ഛൻ കഞ്ഞി വെച്ച് തരാം. അയ്യോ, അത് വേണ്ട അച്ഛാ. അച്ഛൻ എനിക്ക് വേണ്ടി അടുക്കള കയറാന്ന് വെച്ചാ. അതൊന്നും സാരമില്ല. മോൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അച്ഛനൊരു ഭാരമല്ല. അതിലെനിക്ക് സന്തോഷമുള്ളൂ. മോള് വേണമെങ്കിൽ അച്ഛൻ ചെയ്യുന്നതൊക്കെ കണ്ടുപഠിച്ചോ. വാ. തന്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പൊ എനിക്കാവില്ല. കാരണം എന്താണ് അയാളുടെ വരവിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് എനിക്കറിയില്ല. ചോര മണക്കുന്ന ഭൂതകാലത്തിന്റെ താളുകളൊന്നും മറിച്ചു നോക്കാൻ എനിക്ക് താല്പര്യമില്ല. തൽക്കാലം താൻ ഇതിനെപ്പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത്. ഇന്നലകൾ ഇനിയില്ല. ഇന്നലകളിലെ നന്ദനും സംഗീതവുമില്ല. മുന്നോട്ടുള്ള ചുവടുകളും മുന്നിലുള്ള നിമിഷങ്ങളും മാത്രമേ ഇനിയുള്ളൂ. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പു തരാം, തന്റെ സ്വസ്ഥത പോവില്ല, നമ്മുടെ ചക്കിമോളുടെ സ്വസ്ഥതയും പോവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കില്ല. ഒഴിഞ്ഞു മാറുകയാണ് ഞാൻ. കഴുത്തിന് നേരെ കത്തി വരുമ്പോ തലകുനിച്ച് ഒഴിഞ്ഞു മാറുന്നത് ശത്രുവിനോടുള്ള ബഹുമാനം കൊണ്ടല്ല, വെട്ടി ഒഴിഞ്ഞിട്ട്
തിരിച്ചവന്റെ പദപ്പിൽ പിച്ചാത്തി കയറ്റാനാ. നന്ദേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഇനി പാതാള ഗണപതി എന്ന പേര് നിന്റെ നാവിൻ തുമ്പിൽ വരരുത്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വസ്ഥത എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, നിനക്കും ചക്കിക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങാം. നിങ്ങളുടെ സ്വസ്ഥതയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സന്തോഷത്തിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ഒരു നിഴലിനെ പോലും അനുവദിക്കാതെ ഞാൻ കാവലുണ്ടാവും. നിങ്ങളുടെ വീട്ടുകാരുടെ ശല്യമില്ലാതെ കുറച്ചു ദിവസം അവളുടെ അമ്മക്കുട്ടിയുടെ ചൂട് പറ്റി കിടക്കാലോ. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഹാ, ബിപിൻ ഡോക്ടറുടെ കുഞ്ഞിന് ശങ്കരമംഗലത്ത് പിറക്കാനാവും വിധി. അനാവശ്യം പറയരുത്. ഓ, കുത്തുകൊണ്ട് മുക്കാലും ചോര വാർന്നു പോയിട്ടും വീര്യത്തിന് ഒരു കുറവുമില്ല. അതെങ്ങനെ? അണിവിരൽ തുമ്പിൽ ഒരു ചെറിയ തുടിപ്പ് മതിയല്ലോ ഡോക്ടർ വിപിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അതിനിയും വിപിൻ ഡോക്ടർക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്നേഹം നിലയ്ക്കാത്ത നിങ്ങളുടെ ഹൃദയമിടിപ്പുകളിൽ എനിക്കൊരു സ്ഥാനം അല്ല, എനിക്ക് മാത്രം സ്ഥാനം. നീലിമ, പ്ലീസ്, ജീവിതം വെച്ച് കളിക്കരുത്. കളിക്കും. എന്റെ ജീവിതം വെച്ച് ഞാൻ കളിക്കും. നിങ്ങളുടെ ജീവിതം വെച്ചും കളിക്കും. ആ തീക്കളിയിൽ ബാക്കിയുള്ളവരൊക്കെ വെന്തരിയും. തീരുമ്പം ഒരുമിച്ച് ഒറ്റയടിക്കങ്ങ് തീരട്ടെ. നിനക്ക് ഭ്രാന്താണ്. അതെ, ഈ ഭ്രാന്തിന്റെ വിത്ത് എന്നിൽ മുളപ്പിച്ചത് നിങ്ങളാ. ഞാൻ മരിച്ചാലും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. അതിനൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയെങ്കിലും പരിചരിക്കാനായതിൽ എനിക്ക് സന്തോഷം. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോ പറയാം, ഇപ്പൊ ദിവസം 40 യൂണിറ്റ് ഇൻസുലിനാ എടുക്കുന്നേന്ന്. നിന്റെ അച്ഛന്റെ ഇൻസുലിൻ യൂണിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ കമ്പനി യൂണിറ്റുകളിൽ ചിലത് വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. പ്രതാപേട്ടൻ ഒന്നും അറിയാത്ത പോലെ കൂടെ നിന്നാ മതി. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെ ആണടി ഞാൻ? പക്ഷേ ഞാനൊരു ആർത്തിക്കാരനാണെന്നും നിങ്ങളുടെ ബിസിനസ്സിൽ കൈയിട്ട് വരാൻ വന്നവനാണെന്നും നിന്റെ അച്ഛന് തോന്നരുത്. ഒന്ന് പോ പ്രതാപേട്ട, ഈ ഫോർമാലിറ്റി ആദ്യം കളയും. എനിക്കുള്ളതെല്ലാം പ്രതാപേട്ടന് കൂടെ ഉള്ളതല്ലേ. അപ്പോ ഓക്കെ, നിനക്കുള്ളതെല്ലാം എനിക്ക് മതി മോളെ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളിയും അല്പം പുളിയും പിന്നെ ഉപ്പും ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുത്താ മതി. അച്ഛാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? പിന്നെന്താ, കൊള്ളാം, നന്നായിട്ടുണ്ട്. എരിവും ഉപ്പും പൊടിയും എല്ലാം പാകം. അങ്ങനെ അനുക്കുട്ടി ആദ്യമായിട്ടുണ്ടാക്കിയ ചമ്മന്തി കഴിക്കാനുള്ള ഭാഗ്യവും ഈ അച്ഛന് കിട്ടി. ഇനി ഇതുപോലെ ഓരോന്നായിട്ട് മോള് പഠിച്ചെടുക്കണം. ഒരു കാര്യത്തിലും നമ്മളെ ആരും മാറ്റി നിർത്താൻ പാടില്ല. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റാരെയും നമ്മൾ ആശ്രയിക്കരുത്.
അപ്പൊ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസമുള്ള ഒരാളെ തോൽപ്പിക്കാനും സങ്കടപ്പെടുത്താനും ഒരാൾക്കും പറ്റില്ല. ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയി അച്ഛാ, എനിക്കും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. മോളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും, അച്ഛനല്ലേ പറയുന്നത്. കിടക്കുന്നില്ലേ? ഒരംഗം ജയിച്ച് കയറിക്കൊണ്ടിരിക്കുക, അത് തീർത്തിട്ടേ കിടക്കുന്നുള്ളൂ. നേരെ ഒരുപാട് വൈകി. ഇത്ര മണിക്ക് ഉറങ്ങാമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങും. ഇയാൾക്ക് കിടക്കണമെങ്കിൽ പോയി കിടന്നോ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോ. അതെ, എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തതാ ഈ മുഖവര. പറയാനുള്ളത് പറയുക, കേൾക്കാനുള്ളത് ഞാൻ കേൾക്കും. അല്ലാത്തത് ഞാൻ കേട്ടില്ല എന്ന് അടിക്കും, അത്രേ ഉള്ളൂ. അതറിഞ്ഞ അമ്മക്കുട്ടി ഞെട്ടും. നീ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കാത്ത കാര്യം പറയാ. അതെ അമ്മക്കുട്ടി, ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഒന്ന് പോചക്കി, വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. സത്യം അമ്മക്കുട്ടി. അമ്മക്കുട്ടിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഫോൺ അച്ഛന് കൊടുക്കാം, അപ്പൊ അച്ഛൻ പറയൂല. വേണ്ടട ചക്കി, അമ്മക്കുട്ടിക്ക് നിന്നെ വിശ്വാസം. എന്റെ പൊന്നുമോള് മിടുക്കി കുട്ടിയായല്ലോ. ആ, ഇനി ഇതുപോലെ എല്ലാം ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിക്കാന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മോൾ അച്ഛൻ പറയുന്നത് പോലെ ഒക്കെ ചെയ്യണം കേട്ടോ. ചെയ്യ എന്റെ അമ്മക്കുട്ടി. അച്ഛൻ ശങ്കരി മുത്തശ്ശി എവിടെ? ശങ്കരി മുത്തശ്ശി കിടന്നു. അച്ഛതാ ഇവിടെ ഉണ്ട്. അമ്മക്കുട്ടി, കറണ്ട് പോയി. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി. എന്താ മാഷേ ഈ നേരത്തെ ഇവിടെ? നമ്മുടെ വീട്ടിലെ കറണ്ട് പോയി. ചുറ്റുമുള്ള വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട് താനും. ഒന്ന് നോക്കാന്ന് കരുതി വെളിയിലേക്ക് ഇറങ്ങിയതാ. ഇങ്ങനെ രാത്രിയിലൊന്നും ഒറ്റക്കിറങ്ങി നടക്കല മാഷേ. കുറച്ചു ദിവസങ്ങളായിട്ട് ഈ പരിസരത്ത് ചില തമിഴന്മാര് കറങ്ങി നടപ്പുണ്ട്. ശരിയാ, നാളെ തന്നെ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം.